സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ, ദിനം മുഴുവൻ സൂക്ഷിക്കാം. വീണ്ടെടുത്ത രക്ഷിതാവേ, ദിനം മുഴുവൻ സൂക്ഷിക്കാം. മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങൾ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണേ. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി അപ്പ, നന്ദി. രാത്രി കാലം മുഴുവൻ സൂക്ഷിച്ചെല്ലാം നന്നായി ഉറങ്ങി ഉണരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്താൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഇന്നുവരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവം, ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിനേൽപ്പിക്കാതെ സൂക്ഷിച്ച ദൈവമാ, ഞങ്ങളുടെ പോക്കിലും വരവിലുമെല്ലാം കൂടിയിരുന്ന ദൈവം, ആപത്തനത്തിൽ നിന്ന് വിടുവിച്ച ദൈവമാ. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം കർത്താവാക്കി വെച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി, നന്ദി കർത്താവേ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരിക. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്ന എൻ്റെ കുടുംബത്തെ കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും സമസ്തം അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഞങ്ങളുടെ പാദപിടം ചാർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ആവലാദികളും പരാതികളും ഒക്കെ കൈക്കൊള്ളുന്ന ദൈവമാ, ഞങ്ങളുടെ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമാ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ, അതോർത്ത് ഞങ്ങൾ ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങൾക്കുള്ള സകലവും എല്ലാം അപ്പോഴത്തെ ദാനമാപ്പാ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. വീണ്ടും എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിദുരിതയിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിക്കുക. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് പഠനത്തിനായി ജോലിക്കായിട്ട് കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കണ്ണനനയാൻ സമ്മതിക്കല്ലേ കർത്താവേ. സമാധാനത്തോടെ ദൈവകൃപയോടെ സൂക്ഷിക്കണമേ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രപ്പാ, സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ കുടുംബം തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ സഹായിക്കണേ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരെ സഹായിക്കണമേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. OET IELTS പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന, ജർമ്മൻ പഠിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. സ്തോത്രം. നീറ്റിൻ്റെ പരീക്ഷയ്ക്കായിട്ടൊരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും കർത്താവ് മാറ്റി കർത്താവ് നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ വിജയിപ്പാൻ സ്വർഗമിട്ടയാക്കണമേ. അവരുടെ ലക്ഷ്യസ്ഥാനത്തവരെ കൊണ്ട് എത്തിക്കണമേ കർത്താവ്. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഓരോ മക്കളുടെ പേരും അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. നന്ദി പിതാവേ, സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും കൃപയിലും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവകൃപയോടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവരെ കാണില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. താനും നിന്ന കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണേ. കൃപയിലും കർത്താവെ വളർന്നു വരാൻ സഹായിക്കണം. ബാലപിടുന്നെല്ലാം വിടുവിക്കുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. കുടുംബസമാധാനമില്ലാതെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പോൾ അതിൻ്റെ സമാധാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ കർത്താവെ. സ്തോത്രം. ദൈവഭയത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഇടയാക്കണമേ. താഴ്മയുള്ള മനോഭാവം നൽകുമാറാകണമേ കർത്താവെ.
ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളും ഉണ്ടപ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിന് വഴികളെ തുറന്നു കൊടുക്കണേ കർത്താവെ. വിവാഹപ്രായമായ മക്കളുണ്ട് കർത്താവ്, വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട് കർത്താവ്, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് ദൈവമേ. സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സ്വർഗം സഹായിക്കണം, തക്ക തുണയെ ഒരുക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെയിരുന്ന് സുഖപ്രസവം നൽകണമേ കർത്താവെ. അവരെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങളെ ഭാരങ്ങളൊക്കെ മാറ്റണമേ കർത്താവെ. സ്തോത്രം. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ടപ്പോൾ അവരെ സഹായിച്ച് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരും ഉണ്ട് കർത്താവെ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗം സഹായിച്ച് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ സമർപ്പിക്കും. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തെ സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ പ്രയാസപ്രതികൂലങ്ങളെല്ലാം വിടുവിച്ച് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ നന്മകളാലും ഓരോ നിമിഷവും നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവരെ. കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണേ. എല്ലാ മക്കളുടെയും പോക്കലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണേ. ആപത്തനത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും സംരക്ഷിക്കണമേ. നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരുവോളം കൃപയിൽ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലെ ഭവനം വിട്ട് ഹല്ലേലൂയ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവരെ എല്ലാം സംരക്ഷിക്കുമാറാകണമേ. മഴയിൽ നിന്നൊക്കെ വിടുവിക്കണമേ കർത്താവ്. നിൻ്റെ സമാധാനം കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കണേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേപ്പാ. കരുണ തോന്നണമേ യേശുവേ. ദാവീദ് പുത്രാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്ത് കൊടുക്കണേ. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ കർത്താവേ, അടിയൻ ആരാണെന്ന് അറിയത്തില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ അറിയുന്നല്ലോ. എൻ്റെ അപ്പാ, നീ അവർക്ക് പൂർണ്ണമായി അവരുടെ ഹല്ലേലൂയ അവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കുമാറാകണം. നിൻ്റെ ദൂതനെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറക്കുമാറാകണം കർത്താവെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളത് നിശ്ചയമെന്നവർക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ കർത്താവെ. കരുണ തോന്നണമേ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹൃദയവിചാരങ്ങളെ അറിയുന്ന കർത്താവെ, ഹല്ലേലൂയ. തൻ്റെ മക്കളുടെ അവസ്ഥകളെ, വേദനകളെ അറിഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. അടിയൻ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കുമാറാകണം. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. കിടക്കയിലായിരിക്കുന്ന മക്കൾ, ആശുപത്രി മുറികളിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ കിടക്കുന്നവർ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവെ, പനിയാൽ ചുമയാൽ വിമ്പിഷ്ടത്താൽ ഭാരമുള്ളവരുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട് കർത്താവെ, ആസ്മ രോഗികളുണ്ട് കർത്താവെ. ദൈവമായ കർത്താവേ, നീ അവിടുന്ന് മുറിക്കുകയും മുറിവേറ്റുകയും ചെയ്യുന്ന ദൈവം, തൃക്കൈ കൊണ്ട് പൊറപ്പിക്കുന്ന ദൈവമാകയാൽ മരുന്നും വൈദ്യനും അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവം, അവിടുന്ന് മനസ്സലിഞ്ഞേ മതിയാവും, കരുണ കാണിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അലർജിയുടെ അസ്വസ്ഥതയാൽ ഭാരമുള്ളവരുണ്ട്, ദുഃഖസംബന്ധമായ രോഗമുള്ളവരുണ്ട്, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ദൈവമേ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. അതികഠിനമായ ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. സ്തോത്രം. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്. ശരീരത്തിൽ നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. നടക്കുവാൻ പോലും കഴിയാതെ വീൽ ചെയറിലായിരിക്കുന്നവരുണ്ടപ്പ. കൈകാൽക്ക് ചലനമില്ലാത്തൊരു, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരെ അപ്പാ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തമ്പുരാനെ, കരുണ കാണിക്കണം, കരുണ കാണിക്കണം, മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയം എന്തായിരുന്നാലും എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലപ്പാ. ഞങ്ങൾക്ക് കഴിയാത്ത വിഷയങ്ങളപ്പാ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയത്തില്ലേ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം സൗഖ്യമാക്കുന്നതാ, വിടുവിക്കുന്ന നാമമാ. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കുന്ന നാമമാ. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും ഓപ്പറേഷനായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള മക്കളുണ്ട് കർത്താവേ. സ്തോത്രം. അതികഠിനമായ വ്രണങ്ങളാൽ ഹല്ലേലൂയ ശരീരം മുഴുവൻ പഴുത്ത് കർത്താവേ, ഹല്ലേലൂയ ഭാരപ്പെടുന്ന ജീവിതമുണ്ടപ്പാ. നിൻ്റെ തൃക്കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ തൃക്കരമാണ് ഇപ്പോൾ ഇതുള്ള കരം, വിട്ടുവയ്ക്കുന്ന കരം, കാൽവരി ക്രൂശിലെ രക്തം. ഹല്ലേലൂയ. തൻ്റെ മക്കളുടെ മുറിവിനെ ഉണക്കുവാൻ മതിയായതാകിയാൽ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, കീമോതെറാപ്പിക്ക് അടിമ കർത്താവേ,
അതിൻ്റെ ഇഞ്ചക്ഷനായിട്ട് ആയിരിക്കുന്ന ജീവിതമുണ്ട്. കർത്താവേ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമയക്കണമേ. കാൽവരി രക്തം കൂടെ കുത്തിവയ്ക്കണമേ. പൂർണ്ണ വിടുതൽ പ്രാപിപ്പാനിടയാക്കണമേ. മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. മഹത്വമേറി സാക്ഷ്യം പറയുവാൻ സ്വർഗമിടയാക്കണം. അടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ ഈ സമയത്ത് ഹല്ലേലൂയ. കർത്താവേ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഹൃദയവേദനയ്ക്ക് ഹല്ലേലൂയ സ്വർഗമേ അവിടുന്ന് ആശ്വാസം നൽകണം. ഇതുപോലെ ഒരു ദിവസം ഞങ്ങളും അവിടുത്തെ സന്നിധിയിൽ കടന്നു വരേണ്ടുന്നവരാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥനയോടെ മുന്നേറണം. പ്രത്യാശയോടെ ജീവിക്കണം. അതിനായി സ്വർഗം സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന പെട്ടെന്നുള്ള മരണത്തിൽ നിന്നെല്ലാം എല്ലാവരെയും വിട്ടുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിച്ചെല്ലാം അപ്പൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക. സമാധാനത്തോടെ എല്ലാവരെയും കാത്തുകൊള്ളണം. കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പെട്ടക്കാരെ സമർപ്പിക്കുന്നു. സുവിശേഷ വേലയിലെ വേലക്കാരെയും ഓർക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ തരണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടിയായിരിക്കണം. ആപചാരത്തിൽ വിടുവിക്കണം. ശത്രു ഞങ്ങളെ കാണരുത്. രക്തക്കാട്ടുകളിൽ മറയ്ക്കണമേ. സമാധാനത്തോടെ സൂക്ഷിക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.